ആയ മർത്തമറിയം വനിതാ സമാജത്തിലെ ഏഷ്യ പസഫിക് ഡയോസിസിലെ ന്യൂസിലൻഡ് രാജ്യത്തെ ഏവരുമേ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഭൂരിഭാഗം പേരും കേട്ടു. ഭവനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ എസ്തേർ പുസ്തകത്തിലെ 3-ാം അധ്യായം എല്ലാവരും വായിച്ചു കാണും എന്ന് കരുതുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഒരു അനുഭവമായി അത് ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായവും അതുപോലെ തന്നെ എസ്തേറിന്റെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായവുമാണ് പ്രതിപാദ്യ വിഷയമായി എടുക്കുന്നത്. പ്രത്യേകാൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പൊരുൾ എന്ന് പറയുന്നതാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായ ഒരു വിവരണം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായങ്ങളിലെ വിശുദ്ധീകരണം എല്ലാവർക്കും അറിയാമായിരിക്കും. അതിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടും എല്ലാവർക്കും പൊതുവായി ധാരണയുണ്ട്. ഹാമാൻ, മൊർദെഖായി, അഹശ്വേരോശ് രാജാവ്, അതുപോലെ തന്നെ എസ്തേർ, ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കഴിഞ്ഞ 3 അധ്യായങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. അഹശ്വേരോശ് രാജാവിന്റെ രാജസന്നിധിയിൽ പ്രഭുക്കന്മാരെക്കാളും ഉന്നതിയിലേക്ക് ഹാമാനെ ഉയർത്തിയതായി നാം കണ്ടു. ആ ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഹാമാൻ അഹശ്വേരോശ് രാജാവിന്റെ അടുക്കൽ പ്രവിശ്യകളിലുള്ള എല്ലാ യഹൂദന്മാരെയും കൊല്ലുവാൻ തക്കവണ്ണമുള്ള അധികാരം കൊടുക്കണമെന്നുള്ള ആഗ്രഹം രാജാവിനോട് ചോദിക്കുകയും രാജാവ് അതിന് കൃത്യമായി ഉത്തരവ് നൽകുകയും ചെയ്യുന്നു. രാജാവ് സമ്മാനമായി കൊടുത്ത മുദ്രമോതിരം, ആ മുദ്ര പതിപ്പിച്ച കത്ത് നാനാ പ്രവിശ്യകളിലേക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. രാജപ്രതിനിധികൾക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും ഓരോരോ സംസ്ഥാനത്തിലേക്ക് അതാത് അക്ഷരത്തിലും ഭാഷയിലും കത്ത് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഹാമാൻ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും അവന്റെ ജാതിക്ക് അപ്പുറമായി യഹൂദ പാരമ്പര്യത്തിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ് അവന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. എന്നാൽ അവനെ വണങ്ങണമെന്നുള്ള അവന്റെ ചിന്താഗതിയും അവന്റെ മുൻപിൽ മുട്ടുകുത്തണമെന്നുള്ള ഹാമാന്റെ വലിയ ആഗ്രഹവും മൊർദെഖായിയുടെ മുൻപിൽ ചെലവാകാതെ വരുന്ന ഒരു സാഹചര്യം. അതിന് തുടർച്ചയായിട്ടാണ് ഈ 4-ാമത്തെ അധ്യായം പ്രത്യേകം എടുത്തു കാണിക്കുന്നത്. അഭിവന്യ ദിയോസ്കോറോസ് തിരുമേനി പ്രസ്തുത പുസ്തകത്തിൽ 4 സബ് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ അധ്യായത്തിൽ 9-ാം അധ്യായം: 1 വിശ്വാസം, 2 അപായ സമയത്തെ ധൈര്യം, 3 ദൈവികമായ സമയജ്ഞാനം, 4 ദൈവിക നിയോഗത്തിന്റെ പ്രാധാന്യം ഉപദേശിക്കുന്നു. ഈ 4 സബ് ഡിവിഷനുകളാണ് ഈ 9-ാം അധ്യായത്തിൽ പ്രതിപാദ്യ വിഷയമായി അഭിവന്യ തിരുമേനി എഴുതി ചേർത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഹാമാൻ ആരാണെന്നും അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ ഹാമാൻ എങ്ങനെ നിലനിൽക്കുന്നു എന്നും അവർ തമ്മിലുള്ള സന്ധി ഉടമ്പടി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും എല്ലാം പൂർണ്ണമായ കാഴ്ചപ്പാട് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സകല പ്രഭുക്കന്മാരിലും ഉള്ള ഉന്നത സ്ഥാനം ഹാമാന് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് തന്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുവാൻ തക്കവണ്ണം ഹാമാൻ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സകല രാജപ്രതിനിധികൾക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും ഓരോരോ സംസ്ഥാനത്തിലേക്ക് അവരവരുടെ അക്ഷരത്തിലും ഭാഷയിലും ഈ കത്ത് കൊടുത്തു വിടുവാൻ തക്കവണ്ണം കാരണം. കൂടാതെ തന്നെ കൊടുത്തിരിക്കുന്ന രാജമോതിരത്തിന്റെ മുദ്രയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര വാലിഡാണ്.
നമുക്കറിയാം, നമ്മുടെ അഭിവന്യ മെത്രാപ്പോലിത്തന്മാരുടെ കൈകളിലൊക്കെ മോതിരം കിടപ്പുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ അത് അധികാരത്തിന് ചിഹ്നമായിട്ടാണ് നാം കാണുന്നത്. പരിശുദ്ധ ഭാവതിരുമേനിയുടെ സ്ഥാനവേഷങ്ങളിൽ ഏറ്റവും അടിസ്ഥാന തത്വം കൊടുക്കുന്ന ഒന്നാണ് ഈ മുദ്ര മോതിരം എന്ന് പറയുന്നത്. അത് വലിയൊരു അടയാളമാണ്, അധികാരത്തിന്റെ ചിഹ്നമാണ്. ഇവിടെ അഹശ്വേരോശ് രാജാവ് ഹാമാന് ഈ മുദ്രമോതിരം ദാനമായി കൊടുക്കുക. പക്ഷേ ആ മുദ്രമോതിരം അവനിവിടെ ദുർവിനിയോഗം ചെയ്യുന്നു. ആദാർ മാസത്തിന്റെ 1-ാം മാസത്തിലാണ് പ്രസ്തുത കത്ത് അയക്കണമെന്ന് ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞത്. എന്നാൽ നാൾ വഴികൾ പിന്നിട്ടു. ആദാർ മാസത്തിന്റെ 12-ാം മാസം 13-ാം തീയതി, 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഉത്തരവ് എല്ലാ ദേശങ്ങളിലും എത്തിയത്. അവിടെ ഒരു ദൈവിക ഇടപെടലുണ്ട്. കാരണം യഹൂദ ജനതയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ മനസ്സിലുള്ള അടിസ്ഥാന തത്വമാണ്. അത് കൃത്യമായ രീതിയിൽ അവിടെ പാലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. പ്രസ്തുത അധ്യായം തുടങ്ങുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സംഭവിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അച്ചുചൊത്തിൽ നിലവിളിച്ചു. ഇവിടെ എന്താണ് രട്ടെടുക്കുക എന്ന് പറയുന്നത്? എന്താണ് രട്ടെടുക്കുക എന്ന് പറയുന്നത്? നമ്മൾ ഒരുപാട് പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുവരുന്നതാണ് രട്ടെടുക്കുക എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. എന്താണ് രട്ടെടുക്കുക? പഴയ നിയമ പശ്ചാത്തലത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ തന്റെ സ്വന്തം വസ്ത്രങ്ങളെ അഴിച്ചിട്ട് ചാക്കിന് ചണനൂല് കൊണ്ട് സമാനമായ വസ്ത്രമിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിലകൊള്ളുക എന്നാണ് അർത്ഥം. ആ വസ്ത്രം ഇട്ടതിനു ശേഷം, രട്ടുടുത്തതിനു ശേഷം അതിന് മുകളിലേക്ക് ചാരം വാരിയിടുന്നു. അതാണ് പറയുന്നത്, രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്നു. ഇവിടെ അടയാളപ്പെടുത്തുന്നത് 2 കാര്യങ്ങളാണ്. പുരാതനമായ യഹൂദ സംസ്കാരത്തിൽ പരമ്പരാഗതമായി വിലാപത്തിന്റെയും ദുരിതത്തിന്റെയും അനുതാപത്തിന്റെയും അടയാളമാണ് ഈ രട്ടെടുക്കുക എന്ന് പറയുന്നത്. ഒരുവൻ പ്രതിസന്ധിയിലാകുമ്പോൾ, ഒരുവൻ പ്രയാസത്തിലാകുമ്പോൾ അവന്റെ പ്രയാസം ദൈവസന്നിധിയിൽ കാണിക്കുവാൻ തക്കവണ്ണം അവൻ രട്ടെടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് നഗരത്തിന് നടുവിൽ ചെന്ന് വിലാപം കഴിക്കുകയാണ്. കാരണം എന്താ? തന്റെ ജനതയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ തക്കം പാർത്തിരിക്കുന്നു. ഇത് തന്നെയാണ് ഇയ്യോബിന്റെ പുസ്തകത്തിലുമുള്ളത്. ഇയ്യോബിന്റെ വസ്തുവകകളെല്ലാം ഓരോന്നോരോന്നായി എടുത്തു. തന്റെ ജീവിത പങ്കാളി തന്നോട് പറഞ്ഞു, നീ ദൈവത്തെ ഉപേക്ഷിക്കുക, മറുത്തു പറയുക. പക്ഷെ ഇയ്യോബ് അതിന് തയ്യാറായില്ല. അവിടെയും ഇയ്യോബ് എന്ത് ചെയ്യുന്നുണ്ട്? രട്ടെടുക്കുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനം 30-ാം അധ്യായം 11-ാം വാക്യത്തിൽ രട്ടെടുക്കുന്നതിനെ പറ്റി കൃത്യമായുള്ള ഒരു വിവരണം നൽകുന്നുണ്ട്. യോവേൽ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപിപ്പിൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവിൻ. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോകാതിരിപ്പാൻ നിങ്ങൾ വന്ന് രട്ടെടുത്ത് രാത്രി കഴിച്ചു കൂടുവിൻ. ഇവിടെ രട്ടെടുക്കുക എന്ന് പറയുന്നത് അനുതാപത്തിന്റെയും വിലാപത്തിന്റെയും തത്വത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കണ്ടെത്തുവാൻ തക്കവണ്ണ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിരന്തരമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മൾ യഥാർത്ഥ ഒരു ദൈവശാസ്ത്ര തത്വം അനുസരിച്ച് അതിന് വേറൊരു വേർപിരിവ് ഒരു എംഫസൈസ് നൽകുകയാണെങ്കിൽ ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ മലിനകരമായിട്ടുള്ള വസ്ത്രങ്ങളെ അഴിച്ചു കളഞ്ഞ് നിർമ്മലതയുടെ വസ്ത്രമെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന കഴിക്കുവാൻ തക്കവണ്ണമാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുന്നുണ്ടോ എങ്കിലും എന്റെയും നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണോ നടക്കുന്നതെന്ന്
ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നാം വെമ്പൽ കൊള്ളാറുണ്ട്. പക്ഷേ സന്തോഷത്തിന്റെ കാലഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നാട്ടിൽ നിന്ന് വരുവാൻ തക്കവണ്ണം എന്തുതോരം പ്രാർത്ഥിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ മുൻപിൽ എന്നെ കേൾക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുതോരം പ്രാർത്ഥിച്ചിട്ടാണ്, ഉപവാസം എടുത്തിട്ടാണ്, നോമ്പെടുത്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. എത്രയോ പേർ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ ഇരുന്ന സ്ഥലത്തിലേക്ക്. പക്ഷെ ഇവിടെ വന്ന് ധന്യതയുടെ നിമിഷങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് സമ്മാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കുടുംബങ്ങളിൽ യാമപ്രാർത്ഥനകൾ ഇല്ലാതെയായി. ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം തളം കെട്ടി നിൽക്കാതെയായി. നമ്മുടെ തലമുറകൾ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കൊണ്ട് മാതാപിതാക്കൾ തയ്യാറാകാതായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ യോവേൽ പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രത്യേകമായി പുരോഹിതന്മാരോട് ദൈവം യോവേൽ ആഹ്വാനം ചെയ്യുന്നത്. പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപിപ്പാനാ പറയുന്നത്. യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറിയിടുവാനാ പറയുന്നത്. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും പാനീയാകവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോകാതിരിപ്പാൻ നിങ്ങൾ വന്ന് രട്ടെടുത്ത് രാത്രി കഴിച്ചുകൊള്ളുവെന്നാ പറയുന്നത്. സങ്കീർത്തനം 35-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ അവൻ ദീനമായി കടന്നപ്പോൾ രട്ടെടുത്തു, ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു, എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവിക ചിന്തയിലായിരിക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കോണം നമ്മുടെ സമയം കണ്ടെത്തണമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്നു എന്ന് വേണം പറയുക, അല്ലേ? നമ്മളിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങുന്നത്. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളെ നിവർത്തിതമാക്കി തരണമേ എന്ന ഒരു സ്വാർത്ഥ താല്പര്യത്തിന് അടിസ്ഥാന തത്വത്തിലാണ് നമ്മൾ പലപ്പോഴും നിലകൊള്ളുന്നത്. ഒരു മതിൽക്കെട്ടിനപ്പുറത്തേക്കുള്ളവന്റെ ദൈന്യതയോ അവന്റെ പ്രയാസങ്ങളോ അവന്റെ കുടുംബ പശ്ചാത്തലമോ ഒക്കെ കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നില്ല. എന്നിലേക്ക് മാത്രം ഒരു സ്വാർത്ഥതയുടെ കണിക എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിലും ബന്ധുമിത്രാദികളുടെ ബന്ധത്തിലും നിലനിൽക്കുന്നു എന്ന് വേണം പറയുക. പക്ഷേ നേരെ വിപരീതമാണ് ഇവിടെ ആര് നമുക്ക് കാണിച്ചു തരുന്നത്? മൊർദെഖായി നമുക്ക് കാണിച്ചു തരുന്നത്. തന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് രട്ടെടുത്ത് വെണ്ണീർ വാരി ദേഹത്തിട്ട് കൊണ്ട് നഗരത്തിലേക്ക് ചെല്ലുക, വിലാപം കഴിക്കുവാൻ തക്കവണ്ണം. എത്രമാത്രം മനോഹരത്വമാർന്ന ഒരു നിമിഷമാണത്. വീണ്ടും താഴേക്ക് വരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടാകുകയാണ്. അങ്ങനെ മൊർദെഖായി എന്തു ചെയ്തു? ഷണ്ഡന്മാർ എസ്ഫേറിനെ ഇത് അറിയിച്ചു. അതായത് രാജസന്നിധിയിലുള്ള ഷണ്ഡനെ ഇത് അറിയിച്ചു. എന്തുകൊണ്ട്? അതും ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ്? അതിനകത്തൊരു 7 കഥാപാത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഷണ്ഡന്മാരെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണ് അന്ന് രാജസന്നിധിയിൽ കൂടുതലായിട്ട് ഷണ്ഡന്മാരെ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഷണ്ഡന്മാരെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വെറുക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ കാണുന്നവരാണ്. പക്ഷേ പഴയ നിയമ പശ്ചാത്തലത്തിന്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഷണ്ഡന്മാരെ അന്ന് കേന്ദ്ര കഥാപാത്രങ്ങളായി എസ്റ്റേറിന്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വളരെ ആവശ്യകതയുണ്ട്. യഥാക്കെന്ന് പറയുന്ന ഷണ്ഡനെയാണ് അവിടുത്തെ കാര്യങ്ങളിൽ അനുകൂലമാക്കുവാൻ തക്കവണ്ണം മൊർദെഖായി പറഞ്ഞു വിടുന്നത്. 1-2 കാര്യങ്ങളുണ്ട്, 2-3 കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ കൃത്യമായി അടയാളപ്പെടുത്തുവാൻ തക്കവണ്ണം. ഒന്ന്, നോൺ ത്രെട്ടനിങ് ആണ്. അവർ യാതൊരു വഴക്കിനോ ശണ്ടയ്ക്കോ പോകുകയില്ല. കൃത്യമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ചിന്താഗതിയെ മുൻപോട്ടേ കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിയും. അതുപോലെ തന്നെ ലോയൽ അറ്റൻഡേഴ്സ് ആണ്, നല്ലൊരു മെസ്സഞ്ചേഴ്സ് ആണ്, നല്ലൊരു സന്ദേശവാഹകരാണ്. രാജകീയ പിന്തുടർച്ച ഭീഷണി അവരുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യതയില്ല, ഗൂഢാലോചനയില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷണ്ഡന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് കൃത്യമായ വിവരണങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം എവരുടെ ഇടയിൽ ഈ ഷണ്ഡന്മാർ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതും പ്രത്യേകം മനസ്സിരുത്തിക്കൊള്ളുക. പലപ്പോഴും നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇവരെ ഉൾപ്പെടുത്തിയെന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാണ്.
ഇതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. യഥാക്ക് എന്ന് പറയുന്ന ഷണ്ണനെയാണ് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഹദാക്ക് എന്ന് പറയുന്നത്, യഥാക്കല്ല, ഹദാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൊർദെഖായിയെ കാണാൻ വരുന്നു, പ്രശ്നങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. എസ്തേറിന്റെ അടുക്കലേക്ക് ഹദാക്കിനെ പറഞ്ഞു വിടുന്നു. അവിടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് എസ്തേറിനെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധിയുണ്ട്. അടുത്ത 1 മാസം വരെ എസ്തേറിന് രാജസന്നിധിയിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അഥവാ ചെല്ലുകയാണ് എങ്കിൽ ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയാകും. ആ ജീവന് ഭീഷണി, അവിടെ വലിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ജീവന് ഭീഷണിയാകുവാൻ തക്കവണ്ണം ഇടയാകാതെ എന്ത് ചെയ്യണമെന്നുള്ളത് എസ്തേർ കൃത്യമായി മൊർദെഖായിയോട് പറയുന്നുണ്ട്. ഇപ്രകാരം പറയുന്നു. എസ്തേർ മൊർദെഖായിയോട് പറയുവാൻ കൽപ്പിച്ചത് ഇപ്രകാരമാണ്: നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. വീണ്ടും അതിന് മുന്നോടിയായിട്ട് ഇപ്രകാരം പറയുന്നു: നീ രാജധാനിയിൽ ഇരിക്കുകയാൽ എല്ലാ യഹൂദന്മാരിൽ വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. വീണ്ടും അതിന് മുൻപോട്ടേക്ക് പറയുന്നു, 11-ാം വാക്യം: യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്ക വിധം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ ആ ആളെ കൊല്ലണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിന്റെ വാക്കുകളെ മൊർദെഖായിയെ അറിയിച്ചു. ഞാൻ പറഞ്ഞ ആ പശ്ചാത്തലങ്ങളെല്ലാം ഈ വിശുദ്ധ വേദഭാഗ്യത്തിൽ വരുന്നുണ്ട്. അവസാന ഭാഗത്തെ ആ ഖണ്ഡികയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത്. 16-ാം വാക്യം: ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. ഞാനും എന്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു. മൊർദെഖായി ഉപവസിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? യഹൂദ ജനതയുടെ മുകളിൽ നിന്ന് ഹാമാൻ വിധിച്ചിരിക്കുന്ന ആ ശിക്ഷയെ നീക്കുവാൻ തക്കവണ്ണം. അവിടെ ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ നീട്ടപ്പെടുകയാണ്. അദൃശ്യമായ കരങ്ങൾ നീട്ടും. അത് അടുത്ത അധ്യായങ്ങളിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയും. എസ്തേർ മുഖാന്തരമായി ഉപവാസത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് മൊർദെഖായും യഹൂദ ജനതകളും ദൈവത്തിന്റെ സന്നദ്ധിയിൽ മുട്ടിപ്പായിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവർ, നോക്കിക്കേ, പഴയ നിയമ പശ്ചാത്തലം മുതൽ ആ ഉപവാസത്തിന്റെ അടിസ്ഥാന തത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഇന്നിന്റെ കാലഘട്ടത്തിൽ ആ ഉപവാസവും നോമ്പും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നു പോയി. സഭയുടെ കൽപ്പിതമായ നിയമം അനുസരിച്ച് ബുധനും വെള്ളിയും നമുക്ക് വേണ്ടിയിട്ട് ഉപവാസം നോക്കുവാൻ തക്കവണ്ണമുള്ള സമയങ്ങളാക്കി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് അനുശാസിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഇവയെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ. ഉപവാസം നമ്മൾ സാധാരണഗതിയിൽ പാരമ്പര്യം അനുസരിച്ച് എന്നെ കേൾക്കുന്നവരുടെയൊക്കെ ഭവനങ്ങളിൽ നാട്ടിലായിരുന്നപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള പിതാക്കന്മാർ, അപ്പച്ചനും അമ്മച്ചിയും നമ്മുടെ മാതാപിതാക്കളൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ 6 മണിക്കും 7 മണിക്കും ഒക്കെ ഇടയിൽ ടിവിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഓഫാക്കി വിളക്ക് കത്തിച്ച് മനോഹരത്വത്തോടു കൂടി വിരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന് ആത്മാർത്ഥതയോടുകൂടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് എത്ര ഭവനങ്ങളിലുണ്ട്? ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളൊരു ചോദ്യചിഹ്നമാണ്. എത്ര ഭവനങ്ങളിലുണ്ട് ആ പ്രാർത്ഥനകൾ? സമയമില്ല എന്ന് പറയുന്ന ആ ചിന്താഗതിയിലേക്ക് നോക്കിപ്പാർക്കുവാൻ തക്കവണ്ണമാണ് ഞാനും നിങ്ങളും ശ്രമിക്കുന്നത്. പിന്നെയാകട്ടെ എന്നുള്ള ചിന്താഗതി നോക്കുന്ന ഓരോരുത്തരുമാണ് നാം ഓരോരുത്തരും, അല്ലേ? പിന്നെയാകട്ടെ, ഇത് നല്ലൊരു കവിതയാണ്. പിന്നെയാകട്ടെ എന്ന് പറയുന്ന ആ തലക്കെട്ടോട് കൂടിയ ഒരു കവിത.
മിക്കവർക്കും അറിയായിരിക്കും ചിലപ്പോൾ. 4 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവന്റെ കലോത്സവത്തിൽ, നാട്ടിലുള്ള കലോത്സവത്തിൽ എഴുതിയ ഒരു കവിതയാണ് പിന്നെയാകട്ടെ. അവൻ ഇങ്ങനെ പറയുന്നത്: ഞാൻ തിന്നു മടുത്തു, ഇനി അല്പം പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഞാൻ സമ്പാദിച്ചു മടുത്തു, ഇനി അല്പം അത് ദരിദ്രർക്ക് വേണ്ടിയിട്ട് വിഭജിച്ചു കൊടുക്കണം. എന്റെ ശരീരം വല്ലാതെ ചീർത്തു, ഇനി അല്പം നടക്കണം, വ്യായാമം ചെയ്യണം. അങ്ങനെ 25 വരികൾ. 25ാമത്തെ വരിയാണ് നമ്മുടെ ഹൃദയത്തെ നുറുക്കുന്നത്. ഇപ്രകാരമാണ് പറയുന്നത്: എല്ലാവരും മുറ്റത്തിൽ ഒരുമിച്ച് കൂടി മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു, പിന്നെയാകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഇപ്പോൾ തന്നെ ഈ ശരീരം മറവ് ചെയ്തില്ല എങ്കിൽ അതിൽ നിന്ന് നാറ്റം വമിക്കും. അതിൽ നിന്ന് നാറ്റം വമിക്കും. നമുക്ക് എത്രയേ ഉള്ളൂ. ഒരു വെള്ളത്തുള്ളി തറയിൽ വീഴുന്ന അതിന്റെ അത്ര പോലുമില്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നെയ്ത്തോടത്തിൽ തോടം നെയ്യുന്ന അതിന്റെ അത്ര പോലുമില്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മനോഹരമായ ഒരു സസ്യത്തിൽ പുഷ്പം നിൽക്കുന്നത് അത് കൊഴിഞ്ഞു താഴെ പോകുന്നു. അത്ര പോലുമില്ല നമ്മുടെ ജീവിതം. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? പിന്നെയാകട്ടെ, പിന്നെയാകട്ടെ. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ, ഉപവസിക്കുവാൻ തക്കൊണ്ണം പറയുമ്പോൾ, ഇപ്പൊ സമയമില്ല, പിന്നെയാകട്ടെ. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ എത്രത്തോളം പവിത്രമായ ആരാധനാ സംവിധാനമാണ് നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നത്. അത് സംബന്ധിക്കുവാൻ തക്കൊണ്ണം, പോകുവാൻ തക്കൊണ്ണം പറയുമ്പോൾ പിന്നെയാകട്ടെ. പക്ഷെ അവസാനത്തെ ആ വരി, നമുക്ക് വേണ്ടിയിട്ട് മാത്രം കരുതി വെച്ച ആ വരി ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുറ്റത്തെല്ലാവരും ഒരുമിച്ച് കൂടി പരസ്പരം പറയുക, ഇനി ദൂരത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പറ്റുകയില്ല. കാരണം ആ ശരീരത്തിൽ നിന്ന് നാറ്റം വമിക്കും. എത്രയും പെട്ടെന്ന് മറവ് ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അടുത്ത നിമിഷം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. ഹാമാൻ അവന്റെ രാജാധികാരത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ നിലനിന്നുകൊണ്ട് മറ്റു ചിന്താഗതികളിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ അവിടെ ദൈവം പ്രവർത്തിച്ചു. ആരിൽ കൂടി? എസ്തേറിൽ കൂടി, മൊർദെഖായിൽ കൂടി. അവരുടെ ജനതയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവർ വിട്ടുകൊടുത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ രട്ടുടുത്ത് വെണ്ണീർ വാരി പശ്ചാത്താപത്തോട് കൂടി നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. 3 ദിവസം ഉപവാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എസ്തേർ മൊർദെഖായിയോട് പറയുക. എന്തിനു വേണ്ടിയിട്ടാ? രാജസന്നിധിയിൽ ചെല്ലുവാൻ തക്കവണ്ണം, രാജസന്നിധിയിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം, അവിടെ ചെന്ന് രാജാവിനോട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം, ഈ ജനതയുടെ മുകളിലുള്ള പ്രശ്നത്തെ എടുത്തു കളയണമേ എന്ന്. പക്ഷെ അതിൽ വിജയം കാണുന്നുണ്ട്. അടുത്തുള്ള അധ്യായങ്ങളിൽ പറയും. രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലത്തെ പറ്റി നമുക്കറിയാം. 7 രാവും 7 പകലും പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ചെയ്തത്? മഴയുടെ ഒരു അന്തരീക്ഷം ഇസ്രായേൽ ജനതയുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായത്. 1ാമത്തെ ദിവസം ബാല്യക്കാരനോട് പറഞ്ഞു, നീ ചെന്ന് കടലിലേക്ക് നോക്കുക, അവിടെ എന്തെങ്കിലും മഴയുടെ അന്തരീക്ഷമുണ്ടോ? ബാല്യക്കാരൻ പറയുന്നു, ഇല്ല. 2ാമത് വീണ്ടും പറയുന്നു, 3ാമതും പറയുന്നു. പക്ഷേ 7ാമത്തെ വട്ടമാണ് കൈമുഷ്ടിയുടെ ആകൃതിയിൽ മേഘപടലം സ്വർഗത്തിലേക്ക് ഉയരുന്നതായിട്ട് കണ്ടത്. മഴയായി ധാരധാരയായി ആ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വീഴുവാൻ തക്കവണ്ണം ഇടയായി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ബലം കാണാതിരിക്കത്തില്ല പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കുക നന്നായിട്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഉപവാസത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയാക്കുക. നമ്മുടെ പൂർവികരായിട്ടുള്ള പിതാക്കന്മാർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെ അന്ന് മുട്ടിൽമേൽ നിന്നുകൊണ്ട് കണ്ണീരൊക്കെ ഉപവാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും നിങ്ങളും അതിന്റെ പിൻപറ്റി അതിന്റെ അനന്തരാവകാശികളായി ഇന്നും ഈ ലോകത്ത് തുടരുന്നു. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു വെച്ച കരുതി വെച്ച കാര്യങ്ങളല്ല ഇത്. നമ്മുടെ പൂർവികരായിട്ടുള്ള പിതാക്കന്മാർ ചെയ്തു വെച്ച സുഹൃതത്തിന്റെ ഫലങ്ങളാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഓർത്തുകൊള്ളുക, ഒന്നും എൻ്റെ ഇഷ്ടത്താൽ നടന്നതല്ല, ഒന്നും എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചതല്ല, എല്ലാം എൻ്റെ ദൈവത്തിന്റെ ദാനമാകുന്നു. അവിടെ ഒരു നിമിഷം മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച അവൻ നമ്മളുടെ സന്നിധിയിൽ അവന്റെ മനോഹരത്വത്തിന്റെ വാതിൽ തുറന്നു തരും. യാതൊരു സംശയമില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കൊണ്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ വിശുദ്ധ വേദവാക്യങ്ങളും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ മർത്തമറി സമാജത്തിന്റെ ഈ പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എഴുതിയത് കൊണ്ട് നിവർത്തിതമാകുകയുള്ളൂ. ഒരു വെള്ളക്കടലാസിൽ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി വെക്കുവാൻ തക്കൊണ്ടും കഴിയും. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥ
ഒരു മർത്തമറിയം സമുദായത്തിന്റെ ഒരു അംഗമായി തീരുന്നത്. വെള്ള പേപ്പറിൽ മാർക്ക് കിട്ടുവാൻ തക്കവണ്ണം നമുക്കെല്ലാം എഴുതാം, എത്ര പേപ്പർ വേണമെങ്കിലും നമുക്ക് നിറയ്ക്കാം. പക്ഷേ രൂത്ത്, എസ്തേർ, ഈ രണ്ടു പേർ കാണിച്ചു തന്ന വലിയൊരു വഴിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ അടിസ്ഥാന വിഷയമായി ഇവർ രണ്ട് കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായത്. ആ അനുഭവങ്ങളും പാഠങ്ങളും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഭവവേദ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ 4-ാം അധ്യായം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, 2 അപായ സമയത്തെ ധൈര്യം, ആ വലിയ ധൈര്യം, എസ്തേർ എന്ന് പറയുന്ന സ്ത്രീത്വത്തിന്റെ ഏറ്റവും മുഖമുദ്രയായ അടിസ്ഥാനപരമായി എടുക്കുന്ന ആ ധൈര്യം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി എഴുതണം. പ്രതിസന്ധികൾ തളർന്നു പോകരുത്. ഭവനത്തിന്റെ 4 ചുവരിനുള്ളിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ ഉണ്ടായി തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട്. ചിലപ്പോൾ ജോലികളിലുള്ള പ്രതിസന്ധികളായിരിക്കാം, ചിലപ്പോൾ മറ്റ് കോലാഹലങ്ങളിലുള്ള പ്രതിസന്ധികളായിരിക്കാം, ചിലപ്പോൾ കുടുംബജീവിതത്തിന്റെ 4 ചുവരിനുള്ളിൽ കുടുംബജീവിതത്തിന്റെ മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ തക്കവണ്ണം കഴിയാത്ത പ്രതിസന്ധികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സെത്തുന്നില്ല എന്നുള്ള പ്രതിസന്ധികളായിരിക്കാം. പക്ഷേ ഈ അപായ സമയത്തെല്ലാം ധൈര്യം സംഭരിച്ചുകൊണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ വിളക്കാണ്. സ്ത്രീക്കാണ് സത്യം പറഞ്ഞാൽ പുരുഷനേക്കാൾ കൂടുതലായിട്ട് ഹൃദയ കാഠിന്യമുള്ളത്, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. ദൈവത്തിന്റെ സന്നിധിയിലെ രാത്രിയുടെ യാമങ്ങളിൽ കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപിട്ട് ജീവിത പങ്കാളിയുമായി ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപിട്ട് ഒരു അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പറയുന്നത് ഇങ്ങനെയാ: ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപിട്ട് ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയ മിന്ന് കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയ മിന്ന് കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ വിജയമെന്ന് 82 വയസ്സുള്ള അമ്മച്ചിയും 86 വയസ്സുള്ള അപ്പച്ചനും പറയുന്നു. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ധൈര്യത്തോടു കൂടി അതിനെ നേരിട്ടു. അത് തന്നെ പറയുന്നത് അപാസമയത്തെ ധൈര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് നേഴ്സസ് എന്നെ കേൾക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. ആ സമയത്തും പറയുക, വിളിക്കുക, ദൈവമേ എൻ്റെ അതിർത്തികളെയൊക്കെ ഒന്ന് വിസ്തൃതമാക്കി തരണമേ, എൻ്റെ അതിർത്തികളെയൊക്കെ ഒന്ന് വിസ്തൃതമാക്കി തരണമേ, ഞാൻ നിങ്കിലല്ലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നിന്നിൽ മാത്രം ശരണപ്പെടുവാൻ തക്കവണ്ണമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിലവിളി എത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ ദൈവികമായ സമയജ്ഞാനം, അവസാനമായി പറയുന്നു, ദൈവിക നിയോഗത്തിന്റെ പ്രാധാന്യം പ്രത്യേകമായി അതിനകത്ത് ഉപദേശിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാന തത്വങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കുക മാത്രമല്ല, ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കോറിയിട്ടുകൊണ്ട് അതേ വഴി പിന്തുടരുവാൻ തക്കവണ്ണം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ക്രൈസ്തവനെന്ന് ഒറ്റുകൊള്ളുന്ന നാം ഓരോരുത്തരും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ, പൗരസ്ത്യ സഭയുടെ ഓരോ വക്താക്കളായി നാം ഓരോരുത്തരും ഏഷ്യ പസഫിക് ഡയോസിസിലെ, മർത്തമറിയം സമുദായത്തിലെ, ന്യൂസിലൻഡ് റീജിയനിലെ എത്രത്തോളം മനോഹരത്തോടെ വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തർ. എല്ലാവരുടെയും മനസ്സിൽ കുടുംബം അടിസ്ഥാനപരമാക്കി നിന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ കെട്ടുപണിക്കായി മൂലക്കല്ലായി ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ഉപവാസം, പ്രാർത്ഥന, ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോയ ദ്രമകളാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവയെല്ലാം തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ തൊക്കൊണ്ട് നമ്മൾ കഴിയട്ടെ. ഇവയെല്ലാം തിരിച്ച് നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന, കാണാതെ പോയ ആടിനെ തിരിച്ചു കൊണ്ടുവന്ന് ആട്ടിടയന്റെ ആ സന്തോഷം, തൻ്റെ അപ്പന്റെ ചിന്താഗതിയിൽ നിന്ന് ഒളിച്ചോടിയ മുടിയനായ പുത്രന്റെ തിരിച്ചുവരവ്, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പിഴ ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ പോലും ഞാൻ യോഗ്യനയല്ല, നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെയെങ്കിലും നിന്നെ കൈക്കൊള്ളണം. അനുതാപത്തോടു കൂടിയിരുന്നു. അതാ രട്ടെടുത്ത് വെണ്ണീർ ഇടുക എന്ന് പറയുന്നത്. അനുതാപത്തോടു കൂടിയിരുന്നു, കണ്ണീരൊഴുക്കി. ആ കണ്ണീരൊഴുക്കുമ്പോൾ
ദൈവത്തിന്റെ സന്നിധിയിൽ അതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഫലം ലഭിക്കും. ആത്മാർത്ഥമായിട്ടുള്ള ഫലം ലഭിക്കും. ആ ഫലം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി തേജോമയമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണവർ വിശുദ്ധ ബലിയർപ്പണത്തിലും വിശുദ്ധ കുർബാനയുടെ സംസർഗത്തിലും പ്രാർത്ഥനയുടെ കൂട്ടായ്മകളിലും ദേവാലയത്തോടുള്ള സംസർഗത്തിലും എല്ലാം അത് എഴുതി ചേർക്കുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ കുടുംബത്തിന്റെ വിളക്കായി നിന്നുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവിക വഴിയിൽ നടത്തി അവരെ ദേവാലയ ബന്ധത്തിൽ ചേർത്ത് നിർത്തി എൻ്റെ ജീവിതം മുൻപോട്ടേ പോകുമെന്ന് കൃത്യതയോടുകൂടി നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ തക്കവണ്ണം കാര്യം യോശുവ ദീർഘദർശി പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. ആത്മാർത്ഥമായി പറയുവാൻ തക്കം എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എസ്തേർ പുസ്തകത്തിലെ 3-ാം അധ്യായവും 4-ാം അധ്യായവും കൃത്യതയോടുകൂടി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന 2 അധ്യായങ്ങളാണ്. അത് ഹൃദ്യതയോടുകൂടി ഭവനത്തിലിരുന്ന് വായിക്കുക, മനനം ചെയ്യുക, ധ്യാനിക്കുക. അതിൻ്റെ ഓരോ വരികളും ദൈവത്തെ പറ്റിയിട്ട് നേരെ പ്രതിപാദിക്കുന്നില്ല എങ്കിൽ പോലും പക്ഷേ ദൈവത്തിൻ്റെ വലിയ ഒരു കടാക്ഷം ആ ജനതയുടെ ഇടയിൽ കൃത്യതയോടുകൂടി എവരുടെ ചേഷ്ട വഴിയായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നാമോ കാണുന്നില്ല, കാണാത്തതിനെ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുക. മൊർദെഖായിയെ പോലെ, ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളറകളിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണം. പാപിയായ മനുഷ്യനാകുന്നു ഞാൻ. എൻ്റെ കുഞ്ഞുങ്ങൾ പറക്കമുറ്റ പ്രായമാകുന്നതിന് മുൻപിട്ട് അവരെ സംരക്ഷിക്കുകയാണെന്ന്. അവരെന്തെന്നില്ലാത്ത നിലകളിലൂടെ മുൻപോട്ടേക്ക് പോകുകയാണ്. അവർക്കൊരു തിരിച്ചറിവിന്റെ ബോധ്യം കൊടുക്കണമെന്ന്. എൻ്റെ ജീവിത പങ്കാളിയുമായി ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം എൻ്റെ മനസ്സിനെ ഒരുക്കണമെന്ന്. എൻ്റെ ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയുടെ സംസർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമെന്ന്. ഇത് വെറും പരീക്ഷയായി മാത്രമല്ല, അതിനപ്പുറമായി എൻ്റെ അന്തരേന്ദ്രിയങ്ങൾക്ക് ഒരു വിളക്കായി, ഒരു മാർഗദീപമായി ഈ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ആയിത്തീരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇതിന് അവസരം തന്ന ബഹുമാനപ്പെട്ട ഷിനോച്ചൻ, അതുപോലെ തന്നെ ഈ മർത്തമറി സമാജത്തിന്റെ ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം. എന്നെ കേട്ടിരുന്ന ഈ ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് മുതൽ ഇങ്ങേയറ്റം ഓക്ലൻഡ് വരെയുള്ള ദേവാലയങ്ങളിലെ ശ്രീ സമാജ സ്ത്രീരത്നങ്ങളുണ്ട്. എല്ലാവരും സ്ത്രീരത്നങ്ങളാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ.